ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ ഇവന് ഇബിലീസ് എന്ന് പറയും. ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവനൊരൊറ്റ പേരേ ഉള്ളൂ, ലൂസിഫർ. ഇനിയൊരു മടക്കമില്ലെങ്കിൽ ഒന്ന് കുമ്പസരിച്ച് മനസ്സ് ശുദ്ധിയാക്കിയിട്ട് പോ. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. ലൂസിഫർ 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 കുറച്ച് നാളുകളായില്ലേ നമ്മൾ ഈ പേരിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ പ്രിയങ്കരനായ പൃഥ്വിരാജും നമ്മുടെ സ്വന്തം ലാലേട്ടനും ആദ്യമായി ഒന്നിക്കുന്ന സിനിമ, മുരളി ഗോപിയുടെ തിരക്കഥയിൽ ആന്റണി പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന സിനിമ. ഇന്ന് ആർ മീഡിയ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൂസിഫറിൻ്റെ വിശേഷങ്ങളാണ്. പൃഥ്വിരാജിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫർ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന സിനിമയാണ്. മുഖ്യമന്ത്രി PK രാംദാസിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരുമകൻ ബോബി തൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കും ഇല്ലീഗൽ ബിസിനസ്സുകൾക്കും ഒരു മറയാക്കാൻ പാർട്ടിയെയും പാർട്ടി നയിക്കുന്ന സർക്കാരിനെയും തൻ്റെ വരുതിക്കുള്ളിലാക്കാൻ ശ്രമിക്കുന്നിടത്താണ് ലൂസിഫർ കഥ പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ PK രാംദാസിൻ്റെ വളർത്തുപുത്രനായ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ബോബിയുടെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളോട് വിയോജിപ്പുണ്ടാവുകയും തുടർന്നുണ്ടാവുന്ന അസ്വാരസ്യങ്ങളും അത് സൃഷ്ടിക്കുന്ന സംഭവ മുഹൂർത്തങ്ങളുമാണ് ലൂസിഫർ പറഞ്ഞു പോകുന്നത്. ചുണ്ടിൽ കത്തിച്ചു പിടിച്ച സിഗരറ്റോ കയ്യിൽ മദ്യക്കുപ്പിയോ തീപ്പാർന്ന ഡയലോഗുകളോ ഇല്ലാതെ ചില നോട്ടങ്ങളിലൂടെയും കുഞ്ഞു ഡയലോഗുകളിലൂടെയും പ്രേക്ഷകരെ കോരിത്തരിപ്പിക്കാൻ ലാലേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഒരു വരവുണ്ട്, എൻ്റെ പൊന്നണ്ണ, ധൃതങ്ക പുളകിതനായിപ്പോയി. വലിയൊരു താരനിര തന്നെ ലൂസിഫറിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രീകരിക്കുന്ന രംഗങ്ങൾ, അഭിനേതാക്കൾ ഇവയെല്ലാം മികച്ചതായി വരിക എന്നത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ വാക്കുകളുടെ ദൃശ്യാനുഭവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ലൂസിഫർ. മഞ്ജു വാര്യർ, വിവേക് ഒബ്രോയ്, ടൊവിനോ തോമസ്, സായ് കുമാർ, ഇന്ദ്രജിത്ത്, കലാഭവൻ ഷാജോൺ, ബൈജു എന്നിങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കഥാപാത്രങ്ങളും അവരുടെ മികച്ച പ്രകടനം തന്നെ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥ പറയുന്ന സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളെയും കൃത്യമായി നിർവചിക്കാനും അവരിൽ തിന്മയുടെയും നന്മയുടെയും മുഖം കാട്ടിത്തരാനും തിരക്കഥാകൃത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. ദീപക് ദേവിൻ്റെ പശ്ചാത്തല സംഗീതം എടുത്തു പറയേണ്ടതാണ്. ചില മാസ് സീനുകൾക്ക് അത് തിയേറ്ററിൽ നൽകിയിരിക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ക്യാമറ കൈകാര്യം ചെയ്ത സുജിത് വാസുദേവൻ പ്രത്യേകം കയ്യടി അർഹിക്കുന്നു. ചില ക്ലോസപ്പ് സീനുകളും ഫൈറ്റ് സീനുകളും ഗംഭീരമായിരുന്നെന്ന് പറയാതെ വയ്യ. കണ്ടും കേട്ടും പരിചയിച്ച കഥാസന്ദർഭങ്ങളെ വലിയ ക്യാൻവാസിൽ മികച്ച മേക്കിങ്ങിലൂടെ ഗംഭീര തിയേറ്റർ അനുഭവമാക്കി തീർക്കാൻ കഴിഞ്ഞിടത്താണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ സിനിമയായി ലൂസിഫർ മാറുന്നത്. ഈ വെക്കേഷനിൽ ഫാമിലിയോടൊപ്പം അടിച്ചു പൊളിക്കാൻ ധൈര്യമായി ടിക്കറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു മാസ് പൊളിറ്റിക്കൽ ത്രില്ലർ തന്നെയാണ് ലൂസിഫർ. അപ്പോൾ വെക്കേഷനാണ് വരാൻ പോകുന്നത്. ഒരുപാട് സിനിമകൾ റിലീസാകുന്നുണ്ട്. പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.